മുഖം കരോതി വാചാലം അംഗം ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവതനിഷ്ണാതം നൗമിതം ലോകശങ്കരം. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവത്തെ പുരുഷായ തുഭ്യം. സദ്ഗുരുഭ്യോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ. ജനകായ നമോ നമഃ. ഗുരുഭ്യോ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദ്വിതീയ സ്കന്ധത്തില് നമ്മള് ബ്രഹ്മ നാരദ സംവാദം ആണ് ഇപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടി എങ്ങനെയാണ് എന്ന് പരീക്ഷത്തിന്റെ ചോദ്യത്തിലൂടെ ഇതേ ചോദ്യം നാരദ മഹർഷി തൻ്റെ അച്ഛനായിട്ടുള്ള ബ്രഹ്മാവിനോട് ഈശ്വര തത്വത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ പറഞ്ഞുകൊടുത്ത മറുപടിയായിക്കൊണ്ട് ബ്രഹ്മനാരദ സംവാദത്തിലൂടെ പരീക്ഷത്തിലുള്ള ഭാഗവതത്തിലുള്ള സാഖ്യത്തെ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. സാഖ്യയോഗത്തിലൂടെ അല്ലെങ്കിൽ ഭാഗവതത്തിലെ സാഖ്യത്തിന്റെ ഒരു രീതി നമുക്കിവിടെ കാണാൻ സാധിക്കും സൃഷ്ടിയിലൂടെ. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചത് പഞ്ചഭൂതങ്ങളെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ പ്രത്യേകം എടുത്ത് താമസ അഹങ്കാരത്തിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള മഹാഭൂതങ്ങള്, ആ പഞ്ചഭൂതങ്ങൾ ആദ്യം തന്നെ നഭസ്, പിന്നീട് വായു, തേജസ്, പിന്നെ വിശേഷം ആ പൃഥ്വി, ഇങ്ങനെയുള്ള ഓരോന്നിൻ്റെയും ഗുണങ്ങളും അവസാനം പൃഥ്വിക്ക് എന്താണ് എല്ലാ ഗുണങ്ങളും ശബ്ദ സ്പരിശ രൂപ രസ ഗന്ധ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള പൃഥ്വിയും അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പഞ്ചഭൂതങ്ങള് അതിൻ്റെ തന്മാത്രകളായിട്ടുള്ള ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങള് ഒക്കെ, ഇതിനെയൊക്കെ നമ്മൾ എന്താണ് ദ്രവ്യശക്തി എന്ന് പറയുന്നതായിട്ടുള്ള ആ താമസ അഹങ്കാരത്തിൽ നിന്നും ഉത്ഭവിച്ചു എന്ന് പറഞ്ഞു. നമ്മളതാണ് ആദ്യം പറഞ്ഞത്. സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം. അതിന് വേറൊരു പേരാണ് അല്ലേ, ജ്ഞാനശക്തി, ക്രിയാശക്തി, ദ്രവ്യശക്തി. ഇത് തന്നെ നമുക്ക് ലളിതാ സഹസ്രനാമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് നമുക്ക് അതിലും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വൈകാരികാൻ മനോജജ്ഞേ ദേവാവൈകാരികാദശ ദിഗ്വാതാർക്ക പ്രചേതോശ്വീ വഹ്നീന്ദ്രോപേന്ദ്രമിത്രകാഹ. എന്റെ പദം നോക്കാം. വൈകാരികാത് മനഃ ജജ്ഞേ, ജനിച്ചു എന്നുള്ളതാണ്. ജജ്ഞേ ഉണ്ടായി. ദേവ
വൈകാരിക ദശ. പിന്നെ ദിക്ക് വാത. ദിക്വാത അത് ഒരുമിച്ചുള്ളതാണ്. ഒരൊറ്റ വേർഡായിട്ടാണ്. അതിന്റെ ഓരോന്നും പ്രത്യേകം പ്രത്യേകം പറയുമ്പം ദിക്ക് വാത അർക്ക പ്രചേത പ്രചേത അശ്വി അശ്വിനി ദേവതകളാണ്. അശ്വി വഹ്നി അഗ്നി ഇന്ദ്ര ഉപേന്ദ്ര മിത്ര കാഹ ദേവന്മാര്. ഇങ്ങനെയുള്ള ദേവന്മാരുടെ ഇത് പറയുന്നു. അപ്പം അതിന്റെ അന്വയം നോക്കാം. വൈകാരികാത് മനഃ ജജ്ഞേ ദിഗ്വാതാർക്ക പ്രചേതോശ്വീ വഹ്നീന്ദ്രോപേന്ദ്രമിത്രകാഹ. അവിടെ വൈകാരികാത് എന്ന് പറഞ്ഞാല് വൈകാരികം എന്നുള്ളൊരു പേര് നമ്മൾ ഇതിനാണ് സാത്വിക അഹങ്കാരത്തിന് പറഞ്ഞു എന്നുള്ളത് അല്ലെ. വൈകാരികം, തൈജസം, താമസം ഇങ്ങനെ ഒരു പേരുമുണ്ട്. പിന്നെ ജ്ഞാനശക്തി, ക്രിയാശക്തി, ദ്രവ്യശക്തി എന്നൊരു പേരുമുണ്ടെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പം ആ സാത്വിക അഹങ്കാരം, അപ്പൊ താമസാഹങ്കാരത്തിന്റെ വിഷയം പറഞ്ഞതിന് ശേഷം പിന്നീട് പറയാണ് ഇനി സാത്വിക അഹങ്കാരത്തിൽ നിന്ന് എന്തൊക്കെയാണ് സൃഷ്ടി ഉണ്ടായത് എന്ന് പറയാണ്. വൈകാരികാൽ മനോജജ്ഞെ, അതിൽ നിന്നും മനസ്സ് ഉണ്ടായി. സാത്വിക അഹങ്കാരത്തിൽ നിന്ന് മനസ്സും പിന്നെയോ ദേവാ വൈകാരികാ ദശ. പിന്നെ ആ മനസ്സിന്റെ ദേവനായിട്ടുള്ള, മനസ്സിന്റെ ദേവൻ ഏതാണ്? മനസ്സിന്റെ ദേവൻ ചന്ദ്രൻ. ആ മനസ്സിന്റെ ദേവതയായിട്ടുള്ള ചന്ദ്രനും ജജ്ഞെ അവിടെ ജനിച്ചു, ഉണ്ടായി. പിന്നെ ദിഗ്വാതാർക്ക പ്രചേതോശ്വി വഹ്നീന്ദ്രോപേന്ദ്ര മിത്രക. ദിഗ് ദേവത. പിന്നെ വാത എന്ന് പറഞ്ഞാൽ വായു അല്ലെ. അർക്കൻ സൂര്യൻ. വരുണൻ തന്നെ അല്ലെ. അർക്ക പ്രചേത വരുണൻ. അശ്വിനി ദേവതകള്. പിന്നെ വന്നി എന്ന് പറഞ്ഞാല് അഗ്നി. ഇന്ദ്രൻ തന്നെ. ഉപേന്ദ്രൻ, മിത്രൻ. പിന്നെ മിത്രൻ കഴിഞ്ഞാല് കാഹ എന്ന് പറഞ്ഞാല് പ്രജാപതികള്. അങ്ങനെ എന്നിങ്ങനെയുള്ള 10 ദേവന്മാര്, ഇങ്ങനെയുള്ള 10 ദശ ദിഗ്വാതാർക്ക പ്രചേതോക്ക്. അതാണ് വൈകാരിക ദശ ദിഗ്വാതാർക്ക പ്രചേതോശ്വീ വഹ്നീന്ദ്രോപേന്ദ്ര മിത്രകാഹ. 10 ദേവന്മാര് ആ സാത്വികാഹങ്കാരത്തിൽ നിന്നും ഉണ്ടായി എന്ന് അവിടെ പറയുന്നു. അപ്പം വൈകാരികത്തിൽ നിന്ന് അല്ലെങ്കിൽ സാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്സിന്റെ അധിഷ്ഠാന ദേവതയായിട്ടുള്ള ചന്ദ്രൻ ഉണ്ടായി. പിന്നീട് നമുക്ക് അവിടെ ഈ പുരുഷ സൂക്തത്തിലെ ആ വിരാട് സ്വരൂപ വർണ്ണനയിലൂടെ തന്നെയാണ് അവിടെയും പറയുന്നുണ്ട് ഇതൊക്കെ. എന്താണ്? ചന്ദ്രമാ മനസോജാത ചക്ഷോ സൂര്യോ അജായത മുഖാദിന്ദ്രശ്ചാഗ്നിശ്ച പ്രാണാത് വായുരജായത. അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാലും അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പുരുഷ സൂക്തത്തിലെ 13ാമത്തെ റിക്കുകളിൽ നിന്ന്. പിന്നെ അതുകൂടാതെ ദശേന്ദ്രിയങ്ങളുടെയും 10 ഇന്ദ്രിയങ്ങളുടെയും ദേവതകള് ഇവിടെ ഉണ്ടായി എന്ന് പറയുന്നു. അതാണ് ദിക്ക്, വായു, സൂര്യൻ, പ്രജാപതി എന്ന് പറഞ്ഞാൽ എന്താണ്? വരുണൻ അല്ലെ. പ്രജാപതി അല്ല, പ്രചേതഹ എന്ന് പറഞ്ഞാൽ വരുണനാണ്. വരുണൻ, അശ്വിനി ദേവതകള്. ഇങ്ങനെയുള്ള 5 എന്ന് പറയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളുടെയാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? ഇത് കണ്ണ്, കാത്, പിന്നെ നാസിക, നാവ്, ത്വക്ക് അല്ലെ. അപ്പം ശ്രോത്രം, ത്വക്ക്, ഘ്രാണം, ദൃക്ക്, ജിഹ്വ. 5 ഇങ്ങനെ ആ 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെ
ദേവതകള് 5 പിന്നെ പറയുന്നത് അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ തുടങ്ങിയതായിട്ടുള്ള മിത്രൻ, പ്രജാപതി. ഇത് ഒക്കെ എന്തിന്റെയാണ്? കയ്യ്, കാല്. ഇന്ദ്രനാണ് കയ്യിന്റെ ഇത് പറയുക. അപ്പം അത് വാക്ക്, വാക്പായു, പാണി, വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. ഇതാണ് 5 കർമ്മേന്ദ്രിയങ്ങൾ. അപ്പൊ കർമ്മേന്ദ്രിയങ്ങളുടെ ദേവതകളാണ് അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി. ഈ അഞ്ചു പേര്. ഇപ്പം അതിന്റെ ദേവതകളായിട്ടുള്ള അഗ്നീന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്ര, പ്രജാപതികള് ഒക്കെ ഉണ്ടായി. അതെന്താണ്? നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ എന്താണ്? 5 ഭൂതങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു. ശരീരം സൃഷ്ടിക്കുക 5 ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങളെ കുറിച്ച് പറഞ്ഞു. അത് പഞ്ചഭൂതങ്ങളെ കുറിച്ച് താമസ അഹങ്കാരം 3ആയിട്ട് തിരിച്ചു, അല്ലെ? ആദ്യം നമ്മൾ എന്താണ് പറഞ്ഞത്? ഇതിപ്പം ഈ കറക്റ്റ് വഴി മനസ്സിലായില്ലെങ്കിൽ ഒന്നും മനസ്സിലാകില്ല. എല്ലാം ഇങ്ങനെ ഉണ്ടായി 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 എന്ന് പറയാനേ പറ്റുള്ളൂ. നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? ശരിക്ക് മഹത്തത്വം ഉണ്ടായി എന്നാണ് ആദ്യം. എന്തായി മഹത്തത്വം എന്ന് പറഞ്ഞാല്? ഒന്നുമില്ല, ഭഗവാന്റെ ചൈതന്യത്തോട് മായ ചേർന്നിരിക്കുക. എപ്പോഴാണ് ആ മഹത്തത്വം എന്ന് പറയുന്ന സംഗതി? നമ്മൾ പറയുകയൊക്കെ ചെയ്തു. 8ആം മാസത്തിൽ കിടക്കുന്ന കുട്ടിയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലെ? പിന്നെ അതിൽ നിന്ന്, മഹത്തത്വത്തിൽ നിന്നാണ് അത് 3ആയിട്ട് വിഭജിച്ചു, അല്ലെ? സാത്വിക, രാജസ, താമസം എന്നുള്ള 3 ഇതായി മാറി. അതിൽ ആ താമസ അഹങ്കാരത്തിൽ നിന്നുമാണ് പിന്നീട് പഞ്ചഭൂതങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു. അത് അതിന്റെ പൂർത്തീകരണത്തിന് ശേഷമാണ്, പഞ്ചഭൂതങ്ങളുടെ ശേഷം പിന്നീട് നമുക്ക് ഈ ശരീരത്തിന് വേണ്ടതായിട്ടുള്ള ബാക്കി ഇന്ദ്രിയങ്ങളും അതിന്റെ ദേവതകളും 10. അതിന്റെ കൂടെ മനസ്സും ഉണ്ടായി. വൈകാരികാൻ മനോജജ്ഞേ ദേവാ വൈകാരിക ദശ. അപ്പം മനസ്സിന്റെ ദേവത അത് ചന്ദ്രനാണ്. ചന്ദ്രമാ മനസ്സോ ജാത എന്ന് പുരുഷ സൂക്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെയോ ദിഗ്വാദാർക്ക പ്രചേതോ ശ്രീവന്യീന്ദ്രോപേന്ദ്ര മിത്രകാഹ. ജ്ഞാനേന്ദ്രിയങ്ങളും പിന്നെ കർമ്മേന്ദ്രിയങ്ങളും. ആ ജ്ഞാനേന്ദ്രിയങ്ങളുടെ ദേവതകളും കർമ്മേന്ദ്രിയങ്ങളുടെ ദേവതകളും ഇപ്പോ ഉണ്ടായി, സൃഷ്ടിയായി എന്ന് പറയാണ്. അപ്പം സാത്വിക താമസ അഹങ്കാരം പറഞ്ഞു, സാത്വിക അഹങ്കാരം പറഞ്ഞു. ഇനി ഏതാണുള്ളത്? രാജസാഹങ്കാരം, തൈജസം, അല്ലെ? തൈജസ് എന്നുള്ളൊരു പേരിലോടുകൂടി. അതെന്താന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നോക്കാം. തൈജസാത്തു വികർവാണാത് ഇന്ദ്രിയാണി ദശാഭവൻ ജ്ഞാനശക്തി, ക്രിയാശക്തി, ബുദ്ധി, പ്രാണസ്തു തൈജസൗ ശ്രോത്രം ത്വഘ്രാണദൃഗ്ജിഹ്വാ വാഗ്ദോർമേഢ്രാഘ്രിപായവ. അതിന്റെ പദം നോക്കാം. തൈജസാത്ത് തു എന്നുള്ളതാണ് തൈജസാത്തു എന്ന് വന്നിരിക്കുന്നത്. തൈജസാത്ത് തു. പിന്നെ വികുർവാണാത് ഇന്ദ്രിയാണി ദശ അഭവത് ജ്ഞാനശക്തി, ക്രിയാശക്തി, ബുദ്ധി, പ്രാണഃ തു തൈജസൗ ശ്രോത്രം ത്വക്ക്, പിന്നെ ഘ്രാണ ദൃക് ജിഹ്വ, വാഗ്ദോർ മേഘാഘ്രിപായവ, അല്ലെ? വാക്ക്, പിന്നെ വാഗ്ദോഹോ എന്ന് പറഞ്ഞാല് കയ്യ്, വാഗ്ദോഹോ. മേഘാഘ്രി പായവ. മേഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉപസ്ഥം എന്ന് പറയും, അല്ലെങ്കിൽ ജനനേന്ദ്രിയം എന്ന് പറയും. പിന്നെ അഘ്രി എന്ന് പറഞ്ഞാല് കാല്, അഘ്രികാല്. പിന്നെ പായു എന്ന് പറഞ്ഞാൽ എന്താണ്? പായു എന്ന് പറഞ്ഞാല് ഗുദപ്രദേശം. ഇത് കർമ്മേന്ദ്രിയങ്ങള്. അപ്പം അവിടെ എന്താണ് പറയുന്നത് നോക്കാം. അതിന്റെ അന്വയം നോക്കാം. വികുർവാണാൽ തൈജസാത്തു. വികുർവാണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? മാറ്റം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ വികാരം സംഭവിക്കുമ്പോൾ, അത് വികസിക്കുമ്പോൾ, ഓരോന്നും വികസിക്കുമ്പോഴാണല്ലോ ഓരോന്നും സൃഷ്ടിയാവുന്നത്.
അവിടുത്തെ വികാരം സംഭവിക്കുമ്പോൾ തൈജസാത്തു, തൈജസം എന്ന് പറഞ്ഞാൽ എന്താണ്? രാജസാഹങ്കാരം. അതിന്റെ വേറൊരു പേരാണ് തൈജസം, അല്ലെ? അങ്ങനെ രാജസാഹങ്കാരത്തിൽ നിന്ന് ദശ അഭവൻ, ദശ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ഇന്ദ്രിയാണി ദശ അഭവൻ, 10 ഇന്ദ്രിയങ്ങള് അഭവൻ ഉണ്ടായി. അപ്പം ഇതിനു മുമ്പ് വൈകാരികാൻ മനോജജ്ഞേ ദേവാ വൈകാരികാദശ, അതിനകത്ത് എന്താ പറഞ്ഞത്? ഇന്ദ്രിയങ്ങളുടെ ദേവതകൾ ഉണ്ടായി എന്ന് പറയാണ്. സാത്വികാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളുടെ ദേവതകളാണ് ഉണ്ടായത്. മനസ്സിന്റെ ചന്ദ്രനും അതുപോലെ തന്നെ അവിടെ മനസ്സും അതിന്റെ ദേവതയും അതിൻ്റെ കൂടെ പിന്നെ 10 ഇന്ദ്രിയങ്ങളുടെ, കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും ദേവതകൾ ആണ് സാത്വികാഹങ്കാരത്തിൽ നിന്നുണ്ടായതെങ്കിൽ തൈജസാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ ഉണ്ടായി എന്നവിടെ പറയുന്നു. രാജസാഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങൾ ഉണ്ടായി. പിന്നെ കൂടാതെ ജ്ഞാനശക്തിയുടെ ഉറവിടമായിട്ടുള്ള ജ്ഞാനശക്തി, ക്രിയാശക്തി, ബുദ്ധിപ്രാണസ്തു തൈജസോ, ജ്ഞാനശക്തിക്ക് ഉറവിടമായിട്ടുള്ള ബുദ്ധിയും പിന്നെയോ ക്രിയാശക്തിക്ക് ഉറവിടമായിട്ടുള്ള പ്രാണനും അവിടെ രാജസാഹങ്കാരത്തിൽ നിന്നും ഉണ്ടായവയാണ്. ഇത് രണ്ടും അത് രണ്ടും, അതായത് ജ്ഞാനശക്തിക്ക് ഉറവിടമായിട്ടുള്ള ബുദ്ധിയും ക്രിയാശക്തിക്ക് ഉറവിടമായിട്ടുള്ള പ്രാണനും രാജസാഹങ്കാരത്തിൽ നിന്നും ഉണ്ടായി. തൈജസൗ എന്ന് പറഞ്ഞാൽ അതാണ് രണ്ടും. പിന്നെ ശ്രോത്രം ദൃക്, ഘ്രാണദൃക്, ജിഹ്വ, വാഗ്ദോർ, മേഘ്രാംഘ്രിപായവ, അവിടെ ഘ്രാണം, ദൃഷ്ടി, ദൃക്ക്, പിന്നെ ജിഹ്വ, ഇങ്ങനെയുള്ള ജ്ഞാനേന്ദ്രിയങ്ങള്. പിന്നെയോ അതിനും ത്വക്ക്, ത്വക്, ഘ്രാണ, ദൃക്, ജിഹ്വ. ശ്രോത്രം, ത്വക്ക്, പിന്നെ ഘ്രാണം, ദൃക്ക്, ജിഹ്വ, ഇതാണ് ജ്ഞാനേന്ദ്രിയങ്ങള്. പിന്നെ വാക്ക്, ദോഹോ, വാഗ്ദോ എന്ന് പറഞ്ഞാല് കൈകള്, വാഗ്ദോർ, മേഢ്ര, അംഘ്രിപായവ, മേഢ്ര എന്ന് പറഞ്ഞാല് ഉപസ്ഥം അല്ലെങ്കിൽ ജനനേന്ദ്രിയം, പിന്നെ അംഘ്രി കാല്, പിന്നെ പായവഹ, പായു, പായു എന്ന് പറഞ്ഞാല് ബുധം. ഇങ്ങനെ കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായി എന്ന് പറയാണ് ഈ രാജസാഹങ്കാരത്തിൽ നിന്ന്. അപ്പം അവിടെ നമ്മൾക്ക് ഇങ്ങനെയുള്ള ശ്രോത്രം, വാക്ക്, ഘ്രാണം, ദൃക്ക്, ജിഹ്വ, ഇങ്ങനെയുള്ള ജ്ഞാനേന്ദ്രിയങ്ങളും വാക്ക്, കൈകള്, ഗുഹ്യം, കാലുകള്, ഗുദം എന്ന കർമ്മേന്ദ്രിയങ്ങളും ബുദ്ധിയും പ്രാണനും ഒക്കെ ഉണ്ടായി എന്ന് അവിടെ പറയാണ്. ഇപ്പൊ ഏകദേശം നമ്മളുടെ ഒരു സൃഷ്ടിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ വസ്തുക്കളും അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ഏതൈതേ സംഗതാ ഭാവാ ഭൂതേന്ദ്രിയ മനോഗുണാഃ യദായതനം നിർമ്മാണേ നചേകുർബ്രഹ്മവിത്തമാം തദാ സംഹത്യ ചാന്യോന്യം ഭഗവച്ഛക്തിചോദിതാഃ തദസത്വമുപാദായ ചോഭയം സസൃജുർഹൃദാ. ഏതൈതേ സംഗതാ ഭാവാ, യഥാ യഥാ ഏതേ അസംഗത, യഥാ ഏതേ എന്നാണ് യഥൈതേ എന്ന് പറയുന്നത്. യഥാ ഏതേ അസംഗത ഭാവ ഭൂതേന്ദ്രിയ മനോഗുണാഹ, ഒരുമിച്ചൊക്കെ ഉള്ള വേർഡാണ്. യഥാ ആയതന നിർമ്മാണേ, യഥാ ആയതന നിർമ്മാണേ. ഈ ആയതനം എന്നുള്ള വാക്ക് മിക്കവാറും നമുക്ക് വേദങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ. അപ്പം യഥാ ആയതന നിർമ്മാണേ ന ശേകുഹു പിന്നെ യഥാ ഏതേ അസംഗത ഭാവ ഭൂതേന്ദ്രിയ മനോഗുണാഃ യഥാ ആയതന നിർമ്മാണേ ന ശേകുഹു ബ്രഹ്മവിത്തമഃ തദാ
സംഹത്യ ച അന്യോന്യം ഭഗവത് ശക്തി ചോദിതാഹ സദസത്വം ഉപാദായ ച ഉഭയം സസൃജു ഹൃദഃ. ഇതാണ് അതിന്റെ പദം. നമുക്കിനി അതിന്റെ ആ അന്വയത്തിലേക്ക് നോക്കാം. ബ്രഹ്മവിത്തമ യഥാ ഭൂതേന്ദ്രിയ മനോഗുണാഃ ഏതേ ഭാവാഃ അസംഗതാഃ യഥാ ആയതന നിർമ്മാണേ ന ശേകുഃ തദാ ഭഗവത് ശക്തി ചോദിതാഃ അന്യോന്യം സംഹത്യ ച സദസത്വം ഉപാദായ ച ഉഭയം അധഃ സസൃജുർഹ്യത എന്നാണ്. അപ്പം സസൃജുഹു ഹി അധഃ എന്ന് വരും അതിന്റെ പദം. ഇപ്പൊ ബ്രഹ്മവിത്തമ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മവിത്തമ എന്ന് പറഞ്ഞാല് ബ്രഹ്മജ്ഞൻ ആയിട്ടുള്ളവനെ എന്ന് നാരദ മഹർഷി തന്നെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. യഥാ ഭൂതേന്ദ്രിയ മനോഗുണാഹ, എപ്പോഴാണോ ഈ ഭൂത ഇന്ദ്രിയ മനോഗുണാഹ, പഞ്ചഭൂതങ്ങള്, ദശേന്ദ്രിയങ്ങള്, മനസ്സ്, പിന്നെ ഗുണം എന്ന് പറഞ്ഞതാണ് ത്രിഗുണങ്ങള്, ഇങ്ങനെയുള്ള ആ ത്രിഗുണങ്ങൾ എന്ന ഏതേ ഭാവാഹ, ആ തത്വങ്ങൾ, അസംഗതാഹ. ഇപ്പം എന്തൊക്കെയായി? ശരിക്ക് നമുക്ക് ഒരു സൃഷ്ടിക്ക് വേണ്ട എല്ലാം ആയി അവിടെ, അല്ലെ? 3 ഗുണങ്ങള്, ഇന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങള്, മനസ്സ്, അല്ലെ? എല്ലാം പഞ്ചഭൂതങ്ങള്, ഇതെല്ലാം ഈ തത്വങ്ങളെല്ലാം അസംഗതാഹ, അതായത് അത് യോജിക്കാതിരിക്കുമ്പോൾ, ഇതെല്ലാം ഉണ്ട്, പക്ഷെ ഇതിനെ കൂട്ടി യോജിപ്പിക്കാതിരിക്കുമ്പോൾ, യഥാ ആയതന നിർമ്മാണേ, യാതൊരിക്കൽ ആയതന നിർമ്മാണേ, അതായത് ഈ ജീവന്റെ ആവാസമായിട്ടുള്ള ഈ ശരീര നിർമ്മാണത്തിൽ, ആയതനം എന്ന് പറഞ്ഞാല് ഈ ആവാസം, ഇരിക്കാനുള്ള ആ ഒരു ഇത്, ശരീരം, ആ പ്രകൃതി, പ്രപഞ്ചം എന്നൊക്കെ വേണേൽ പറയാം. അപ്പൊ അങ്ങനെയുള്ള ആ ജീവന്റെ ആവാസമായിട്ടുള്ള, ആത്മാവിന്റെ ആവാസസ്ഥാനമായിട്ടുള്ള ശരീര നിർമ്മാണത്തിൽ നശേകുഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തി ഇല്ലാണ്ടായി, അല്ലെങ്കിൽ ആയിട്ടുണ്ടോ? ആർക്ക്? ഈ ഗുണങ്ങള് എല്ലാം കൂടി അസംഗതാഹ, അത് യോജിക്കാത്തതിനാൽ, അതുകൊണ്ട് എന്താണ്, ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അശക്തകള് ആയിട്ടുണ്ടോ? തഥാ, അപ്പോൾ ഭഗവത് ശക്തി ചോദിതാഹ അന്യോന്യം, അവിടെ ആ ഭഗവാന്റെ ശക്തിയിൽ പ്രചോദിക്കപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ്, പ്രേരിതങ്ങളായിക്കൊണ്ട്, അന്യോന്യം ഒന്നിനോടൊന്ന് സംഹത്യച, ഒന്നിനോടൊന്ന് കൂടിച്ചേർന്ന്, സത്വം അസത്വം, അതായത് സത്തും അസത്തും. എന്തൊക്കെയാണ് സത്തും അസത്തും എന്ന് പറയുന്നത്? സത്ത് എന്ന് പറഞ്ഞാല് സ്ഥൂലമായിട്ടുള്ളതും, പിന്നെ അസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സൂക്ഷ്മമായിട്ടുള്ളതും. അപ്പൊ സ്ഥൂലം സൂക്ഷ്മം എന്നുള്ള നിലയെ ഉപാദായ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ച് ഉഭയം അധഃ സസൃജുഹി, ഉഭയം എന്ന് പറഞ്ഞാല് രണ്ട് ഇതായിട്ട്, സമഷ്ടിയായിട്ടും വ്യഷ്ടിയായിട്ടും, ഇങ്ങനെ 2 പ്രകാരത്തിലുള്ള, 2 രീതിയിലുള്ള, സ്ഥൂലവും സൂക്ഷ്മവും എന്നുള്ള നിലയെ സ്വീകരിച്ച് 2 പ്രകാരത്തിലുള്ള
അധഹ, അധഹ എന്ന് പറഞ്ഞാൽ അതിനെ എന്ന് പറയും. ഏതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഈ ആയതന നിർമ്മാണേ, അതായത് ശരീരത്തിനെ സസൃജുഹു, അവിടെ സൃഷ്ടിച്ചു, സൃഷ്ടിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ നിർമ്മിക്കുകയും ചെയ്തു, ശരീരത്തെയും നിർമ്മിച്ചു എന്നവിടെ പറയുകയാണ്. അപ്പം എന്താണ് അവിടെ പറയുന്നത്? ഈ പറഞ്ഞതായിട്ടുള്ള ഇന്ദ്രിയങ്ങളും ഗുണങ്ങളും മനസ്സും ഒക്കെ ഉണ്ടായെങ്കിലും ഇവയെല്ലാം പരസ്പരം എന്താണ് യോജിക്കാതിരിക്കുന്നിടത്തോളം കാലം അവിടെ സൃഷ്ടി പൂർണ്ണമാകുന്നില്ല, അസാധ്യമായിട്ട് വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാന്റെ പ്രേരിതങ്ങളായിക്കൊണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ നിർദ്ദേശത്തിനനുസരിച്ചുകൊണ്ട് അവയെല്ലാം വേണ്ട വിധം യോജിപ്പിച്ചുകൊണ്ട് സമഷ്ടി വ്യഷ്ടി എന്നിങ്ങനെ രണ്ട് ശരീരങ്ങളെ അവിടെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. അതാണ് രണ്ട് രീതിയിലുള്ള ആ സത്തും അസത്തുമായിട്ടുള്ള, ഏത് രണ്ട് രീതിയിലുള്ള ശരീരങ്ങൾ എന്ന് പറഞ്ഞാല് സത്തും അസത്തും. ഏതാണ് സത്തും അസത്തും? സ്ഥൂലമായിട്ടുള്ളതും സൂക്ഷ്മമായിട്ടുള്ള ശരീരങ്ങളെയും സൃഷ്ടിച്ചു. അപ്പം സമഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴുവനായിട്ട് പറഞ്ഞാൽ സമഷ്ടി എന്ന് പറയും. പിന്നെ വ്യഷ്ടി എന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് എന്താണ്? ഓരോന്നിലും വ്യക്തിപരമായിട്ട് എന്ന് പറയുക. അപ്പൊ സമഷ്ടിയും വ്യഷ്ടിയും നമുക്ക് നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇവിടെ പ്രപഞ്ചം എന്ന് പറയുന്നത്, ഭഗവാൻ എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത് ആ ഊർജം ഒന്നേ ഉള്ളൂ. അതിനെ ഓരോ തരത്തിലുള്ള അല്ലെ പഞ്ചഭൂതങ്ങളോട് കൂടിയിട്ടുള്ള ഓരോ വസ്തുക്കള് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ചൈതന്യം എന്നുള്ളതും ഏതാണ്? സത്തും അസത്തുമായിക്കൊണ്ട് ഈശ്വരൻ തന്നെ നിലനിൽക്കുന്നു. അപ്പം അതുകൊണ്ടാണ് അവിടെ സമഷ്ടി വ്യഷ്ടി എന്നുള്ള ഉഭയം എന്ന് പറയുന്നതിന്റെ കാരണം രണ്ടായിട്ട് ശരീരത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിന്റെ കാര്യമാണ്. സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും. ഇത് ഏതിനൊക്കെ ഉണ്ട്? എല്ലാത്തിനും ഈ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഉണ്ട്. മനസ്സിലായില്ലേ? ബുദ്ധി, മനസ്സ്, ഇതൊക്കെ സൂക്ഷ്മമാണ്. പിന്നെയോ കാണാവുന്നതായിട്ടുള്ള ഗോചരങ്ങളായിട്ടുള്ളതൊക്കെ ശരീരത്തിനെ നമ്മൾ അതിനെയൊക്കെ സ്ഥൂല ശരീരം എന്ന് പറയുന്നു. ഇത് ഏത് വസ്തുവിനും ഈ സ്ഥൂലവും സൂക്ഷ്മവുമായിട്ട് ഉണ്ട്. അപ്പം ഈ തത്വങ്ങളെയെല്ലാം സാഖ്യശാസ്ത്ര പ്രകാരം ആയിട്ട് അവിടെ വേദാന്ത ശാസ്ത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലും ഒക്കെ ഈ രീതിയിലാണ് അവിടെ സാഖ്യത്തെ വർണ്ണിച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി 34 വരുഷപൂഗസഹസ്രാന്തേ തദണ്ഡമുദകേശയം കാലകർമ്മ സ്വഭാവസ്ഥോ ജീവോ ജീവമജീവയൽ. വരുഷപൂഗസഹസ്രാന്തേ, അതൊറ്റ വാക്ക്. വരുഷപൂഗസഹസ്രാന്തേ തത് അണ്ടും ഉദകേശയം, ഉദകേശയം, തത് അണ്ടും ഉദകേശയം കാല കർമ്മ സ്വഭാവസ്ഥഃ ജീവഃ അജീവം അജീവയത്, അജീവം അജീവയത്, ജീവഃ അജീവം അജീവയത്. ഇനി അതിന്റെ അന്വയം നോക്കാം. ഉദകേശയം, ഉദകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദകം എന്ന് പറഞ്ഞാല് വെള്ളം എന്നാണ് അർത്ഥം. ഉദകേശയം എന്ന് പറഞ്ഞാല് കാരണജലം എന്ന് പറയും. അപ്പം കാരണജലത്തിൽ, ഉദകേശയം എന്ന് പറഞ്ഞാൽ കാരണജലത്തിൽ കിടക്കുന്ന അജീവം എന്ന് പറഞ്ഞാൽ എന്താണ്? ചേതനയില്ലാത്തതായിട്ടുള്ള അജീവം. തത് അണ്ഡം വർഷപൂക സഹസ്രാന്തേ. ആ തത് അണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? തത് ആ അണ്ഡം, ആ എന്താണ് മുട്ട പോലെയുള്ള അത് വർഷപൂക സഹസ്രാന്തേ അനേകം സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം, അത് ധാരാളം കാലങ്ങൾക്ക് അന്തേ, അതിന്റെ അവസാനം. വർഷപൂക സഹസ്രാന്തി എന്ന് പറഞ്ഞാല് അനേകം സഹസ്രാബ്ദങ്ങൾക്ക് അതിന്റെ അവസാനമായിക്കൊണ്ട് കാലകർമ്മ സ്വഭാവസ്ഥ, കാലം, കർമ്മം, സ്വഭാവം എന്നിവയിൽ നിലകൊള്ളുന്നതായിട്ടുള്ള ആ ജീവൻ അജീവയത്ത്, അതിനെ
ജീവിപ്പിച്ചു എന്ന് പറയണം. ജീവൻ അജീവയത്, ജീവഹ അജീവയത്. അപ്പം കാലം, കർമ്മം, സ്വഭാവം, ഇത് മൂന്നിനോടും കൂടിയിട്ടുള്ള ജീവൻ, അതായത് അജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? ഈശ്വരന്റെ ആ ചൈതന്യം, പരമാത്മാവ് അല്ലെ? ആ ജീവൻ അനേകായിരം സംവത്സരങ്ങൾക്ക് ശേഷം ജീവനില്ലാതെ കാരണജലത്തിൽ കിടക്കുന്ന ആ അചേതനമായിട്ടുള്ള അണ്ഡത്തെ ഭഗവാന്റെ അംശത്തെ ചേർത്തുകൊണ്ട് ചേതനമാക്കി തീർത്തു എന്ന് പറയണം. അപ്പം സൃഷ്ടിക്കുള്ള ഉപകരണങ്ങള് എല്ലാം യോജിപ്പിച്ച് ഒരു അണ്ഡത്തിനുള്ളിൽ ഒതുക്കുകയാണ് ഉണ്ടായതെന്ന് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് കാണിച്ചു. സൃഷ്ടിക്കുള്ള ഉപകരണങ്ങള് യോജിപ്പിച്ച് ഒരു അണ്ഡത്തിനുള്ളിൽ ഒതുക്കി. എന്തൊക്കെയാണ്? പഞ്ചഭൂതങ്ങള്, മനസ്സ്, ഇന്ദ്രിയങ്ങള്, ഇന്ദ്രിയങ്ങളുടെ ദേവത, പിന്നെ പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകള്, ബുദ്ധി, പ്രാണൻ അല്ലെ, തുടങ്ങിയതായിട്ടുള്ള ഇതെല്ലാം ഒരു അണ്ഡത്തിൽ ഒതുക്കി. അതെല്ലാം കൂടെ ഇരുന്നെങ്കിലും എന്താണ്, ആ പറഞ്ഞ ഇതെല്ലാം കൂടി ഇരുന്നാലും അതൊക്കെ എന്താണ്, ജഡാവസ്ഥയിൽ ഇരിക്കുകയാണ് അവിടെ. അവയിൽ എന്താണ്, ഭഗവാൻ ജീവസ്വരൂപത്തോടുകൂടി പ്രവേശിച്ചപ്പോൾ അതിന് ചേതനയാ ഉണ്ടായി, അല്ലെങ്കിൽ ചൈതന്യം ഉണ്ടായി. അങ്ങനെ പ്രവേശിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതായിട്ടുള്ള നാരായണനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത് മനുസ്മൃതിയിൽ പറയും ഈ അണ്ഡത്തെ കുറിച്ച്. തദണ്ഡം അഭവദ്ധൈമം സഹസ്രാംശു സമപ്രഭം തസ്മിൻ ജജ്ഞേ സ്വയം ബ്രഹ്മ സർവലോക പിതാമഹ. അതായത് ഈ അണ്ഡം എന്നുള്ളത്, ഈ ഒരു ഇതെങ്ങനെയാ ശരിക്ക് പ്രപഞ്ചത്തിന്റെ ഒരു ബ്രഹ്മാണ്ഡം എന്നൊക്കെ പറയല്ലേ നമ്മള്. ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത് എന്താ ശരിക്ക്? നമ്മൾ ബ്രഹ്മാണ്ഡം എന്ന് സൂചിപ്പിക്കുന്ന എന്താണ് ശരിക്ക്? ഈ ഒരേ ഒരു ശക്തി, ഒരേ ഒരു ചൈതന്യമേ ഉള്ളൂ എന്നുള്ള ഒരു അദ്വൈത സിദ്ധാന്തത്തിൽ നോക്കുമ്പം ഈ പ്രപഞ്ചം മുഴുവൻ, ഇവിടെയുള്ള ആ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊണ്ടതായിട്ടുള്ള ഒരു അല്ലെ അണ്ഡം എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു മുട്ടയുടെ ആകൃതിയാണ് അത് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം ആ അണ്ഡം എന്നുള്ളത് ശരിക്കും ഇവിടെ പറയാണ് തദണ്ഡം അഭവത് ഹൈമം. ഹൈമം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർണം. അപ്പം ആ അണ്ഡം സ്വർണമയമായിട്ടുള്ളതും, പിന്നെയോ സഹസ്രാംശു സമപ്രഭം. സഹസ്രാംശു സമപ്രഭം, അവിടെ ആദിത്യനെ പോലെ ശോഭിക്കുന്നതും ആയിട്ടുള്ള, അതുപോലെ ശോഭിക്കുന്നതായിട്ടുള്ള തസ്മിൻ ജജ്ഞേ സ്വയം ബ്രഹ്മ, അങ്ങനെ ശോഭിക്കുന്നതുമായിരുന്നു. പിന്നെയോ ബ്രഹ്മ സർവലോക പിതാമഹ, അതായത് എല്ലാവരുടെയും പിതാമഹനായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും സ്രഷ്ടാവായിട്ടുള്ള, സാക്ഷിയായിട്ടുള്ള ആ ബ്രഹ്മാവ് അതിൽ സ്വയം ജാതനായി, ഉണ്ടായി എന്ന് പറയണ. ഏതില്? ഈ അണ്ഡത്തിൽ അല്ലെ. അണ്ഡം സ്വർണമയമാണെന്നും അത് സ്വർണത്തിന്റെ നിറമാണെന്നും ആദിത്യനെ പോലെ ശോഭിക്കുന്നു എന്നും എല്ലാവരുടെയും പിതാമഹൻ എന്ന് പറഞ്ഞാൽ, പിതാമഹൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ കാരണക്കാരൻ അല്ലെങ്കിൽ മുത്തച്ഛൻ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അല്ലെ. അപ്പം ഏറ്റവും നമ്മുടെയൊക്കെ മുത്തച്ഛൻ എന്നുള്ള രീതി പറഞ്ഞ ആരാണ് ശരിക്ക്? ബ്രഹ്മാവാണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. എല്ലാത്തിൻ്റെയും, ഏതിന്റെ നോക്കിക്കഴിഞ്ഞാലും. അപ്പൊ അങ്ങനെയുള്ള അതാണ് ജജ്ഞേ സ്വയം ബ്രഹ്മ സർവലോക പിതാമഹാം. അപ്പം മനുസ്മൃതിയില് ഈ ബ്രഹ്മാവാണ് സർവേശ്വരൻ എന്നുള്ളൊരു സിദ്ധാന്തത്തിലൂടെയാണ് മനുസ്മൃതി അതിൽ നമുക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ സർവേശ്വരനായിട്ടുള്ള ബ്രഹ്മാവ് ആര് തന്നെയാണ്? ഈശ്വരൻ തന്നെയാണ്, നാരായണൻ തന്നെ. അപ്പം ലോകപിതാമഹനായിട്ടുള്ള ബ്രഹ്മാവ് തന്നെ നാരായണൻ എന്ന് മറ്റു പുരാണങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. വിഷ്ണു പുരാണത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതാണ് ഹിരൺമയമായിട്ട്, അതായത് ഹിരണ്യഗർഭം എന്നൊക്കെ പറയുന്നത്. സ്വർണ്ണ നിറം എന്നുള്ളതിന് അനുസരിച്ച് ഹിരണ്യഗർഭൻ എന്നൊരു പേര് ആർക്കുണ്ട്? ബ്രഹ്മാവിനുണ്ട്. ആ ബ്രഹ്മാവ് ആരാ? ഈശ്വരൻ തന്നെ.
അല്ലെ? അപ്പൊ ഈ ഒരു സങ്കല്പമാണ് മനുസ്മൃതി വെച്ച് നോക്കുമ്പോൾ ബ്രഹ്മാവും ഈശ്വരനുമായിട്ട് ഒരേ അർത്ഥത്തിലായിട്ട് നമുക്ക് ഹിരണ്യകശിപുവിന്റെ നരസിംഹാവതാരത്തിലുള്ള സ്തുതിയിലൊക്കെ കാണാൻ സാധിക്കും. അവിടെ ഹിരണ്യഗർഭൻ എന്നാണ് ബ്രഹ്മാവിനെ അവിടെ വിശേഷിപ്പിക്കുന്നത്. അവിടെ ഹിരണ്യഗർഭൻ അവിടെ ബ്രഹ്മാവിനെ ഈശ്വരനായിട്ട് കണ്ടുകൊണ്ടാണ് നരസിംഹ അവിടെ ഹിരണ്യകശിപു അവിടെ സ്തുതിക്കുന്നത്, അല്ലെ? ഈശ്വരന് കൊടുക്കുന്ന എല്ലാ വിശേഷണങ്ങളുമാണ് അവിടെ ബ്രഹ്മാവിനെ അവിടെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണ് തുടങ്ങുന്നത്. വേദാന്ത അർത്ഥത്തിലൂടെ തന്നെയാണ് അവിടെ തുടങ്ങുന്നത്. അജനാണ്, ജനിക്കാത്തവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവിനെ ഈശ്വരനായിട്ട് കണ്ടുകൊണ്ടാണ് അവിടെ സ്തുതിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഹിരൺമയമായിട്ടുള്ള അണ്ടം, അതിനുള്ളിൽ വസിക്കുന്നത് ആരാണോ അതിനുള്ളിൽ വസിക്കുന്നത് ഹിരണ്യഗർഭൻ. അപ്പം സഹ അഗ്രേ ഹിരണ്യഗർഭകാസൻ പ്രാദുർഭൂത സ്വയം പ്രഭു. അതുകൊണ്ടാണ് സ്വയംഭൂ എന്നുള്ള ഒരു പേരൊക്കെ ബ്രഹ്മാവിന് ഉണ്ടായത് എന്നൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം സയേവ പുരുഷസ്തസ്മാദണ്ഡം നിർഭിദ്യ നിർഗത സഹസ്രോർവംഘ്രിബാഹു അക്ഷസഹസ്രാനന ശീർഷവാൻ. ഇനി അവിടെ പറയാണ് സ ഏവ, സഹ അവൻ എന്നുള്ളതാണ്. സഹ ഏവ പുരുഷഃ തസ്മാത്, തസ്മാത് അണ്ഡം നിർഭിദ്യ നിർഗതഃ സഹസ്രോർവംഘ്രിബാഹു അക്ഷ. സഹസ്ര, പിന്നെ ഊർവോ ഊരു, ഊർവോ ഊരു അംഘ്രി, ഊർവംഘ്രി അംഘ്രി ബാഹു, ബാഹുക്കള് അക്ഷഹ സഹസ്ര ആനന ശീർഷവാൻ. ഇതാണ് അതിന്റെ പദം വരുന്നത്. ഇനി നമുക്ക് അതിന്റെ അന്വയം നോക്കാം. സഹ പുരുഷഃ ഏവ, സഹ പുരുഷഃ ഏവ അണ്ഡം നിർഭിദ്യ, അണ്ഡം നിർഭിദ്യ തസ്മാൽ സഹസ്ര ഊരു അംഘ്രി ബാഹു അക്ഷഃ സഹസ്ര ആനന ശീർഷവാൻ നിർഗതഃ, ശീർഷവാൻ നിർഗതഃ. അതിന്റെ അന്വയാർത്ഥം നോക്കാം. സഹ പുരുഷഃ ഏവ, ആ എന്താണ് പുരുഷൻ തന്നെ, അല്ലെങ്കിൽ ആ പുരുഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്താ ഉദ്ദേശിച്ചത്? ജീവൻ, അല്ലെ? ആ ചൈതന്യം, ആ ജീവൻ. ഇതിനു മുമ്പ് പറഞ്ഞത് എന്താണോ, ഈ കാലകർമ്മ സ്വഭാവത്തോട് കൂടിയിട്ട് ജീവൻ എന്നുള്ള ഭഗവാന്റെ ചൈതന്യം അതിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞപ്പം അതാണ് അവിടെ പറഞ്ഞ സഹ പുരുഷ ഏവ, ആ ഈശ്വരൻ അല്ലെങ്കിൽ ആ ജീവൻ തന്നെ അണ്ഡം നിർഭിദ്യ, ആ അണ്ഡത്തെ നിർഭിദ്യ പിളർന്ന്, അതിനെ പൊട്ടിച്ച്, ആ അണ്ഡത്തെ പൊട്ടിച്ച്, പിന്നെയോ തസ്മാത് അതിനുള്ളിൽ നിന്ന്, എങ്ങനെ? സഹസ്ര ഊരു, ഊരു എന്ന് പറഞ്ഞാൽ എന്താണ്? തുടകള്, അംഘ്രി പാദങ്ങള്, അല്ലെ? ബാഹു, അപ്പം 1000 തുടകള്, 1000 അംഘ്രികള് പാദങ്ങള്, 1000 കൈകള് ബാഹു, 1000 എന്താണ് അക്ഷഹ കണ്ണുകള്, അല്ലെ? നേത്രങ്ങള്. അങ്ങനെ സഹസ്രാനന ശീർഷവാൻ 1000 മുഖങ്ങള്, ശീർഷവാൻ ശിരസ് 1000 ശിരസുകള്. ഇങ്ങനെ ഉള്ളവനായിക്കൊണ്ട് നിർഗതഃ പുറത്തു വന്നു. വേറൊന്നുമില്ല, ആ മുട്ട പൊട്ടി പുറത്ത്, അല്ലെ? ധാരാളം എന്താണ് അവയവങ്ങളോടുകൂടി തന്നെ ആര്? ഹിരണ്യഗർഭനായിട്ടുള്ള ആ ഈശ്വര ചൈതന്യം, പുരുഷൻ എന്നുള്ളത്. അപ്പൊ ഹിരണ്യഗർഭനായിട്ടുള്ള ആ പുരുഷൻ ആ അണ്ഡത്തെ ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. 1000കണക്കിന് ഊരുക്കളും കാലുകളും കൈകളും കണ്ണുകളും അതേ പ്രകാരം എന്താണ് 1000 മുഖങ്ങളും, അല്ലെ? ശിരസ്സുകളുമുള്ള ആ പുരുഷൻ അവിടെ പുറത്തേക്ക് വന്നു എന്ന് അവിടെ പറയുകയാണ്. ഇത് നമുക്ക് ഈ പുരുഷ സൂക്തത്തിന്റെ അതേ രൂപത്തിലാണ് ഇതെല്ലാം പറയുന്നത്. വിരാട് സ്വരൂപം നമ്മൾ ഇതിനു മുമ്പ് 1-ാമത്തെ അധ്യായത്തിൽ വിരാട് സ്വരൂപത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കാണിക്കുകയാണ്. ഇപ്പൊ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ എന്ന് പുരുഷ സൂക്തത്തിൽ പറയുന്നത് പോലെ
ധാരാളം കാലുകളും കൈകളും ഒക്കെ ആയിക്കൊണ്ട് എല്ലാം സ്വരൂപമായിക്കൊണ്ട് ഭഗവാൻ അതിൽ നിന്നും ഉണ്ടായി. ആ അണ്ടം പൊട്ടി പുറത്തേക്ക് വന്നു. ശിരസ്സോട് കൂടിയിട്ടുള്ള ആ പുരുഷൻ അല്ലെ പുറത്തേക്ക് വന്നു. അപ്പം ആ ഹിരൺമയമായിട്ടുള്ള അണ്ടത്തെ ഭേദിച്ച് പുറത്തേക്ക് വന്ന ആ പുരുഷനെ ആണ് നമുക്ക് ഇനി പുരുഷ സൂക്തത്തിലൂടെ നമുക്കൊക്കെ വർണ്ണിക്കുന്നത്. ആ വിരാട് സ്വരൂപത്തെയാണ്, ആ ഭഗവാനെയാണ്. യസ്യേഹാവയവൈർലോകാൻ കൽപ്പയന്തി മനീഷിണാം കട്യാദിവിരഥ സപ്തസപ്തോർധ്വം ജഘനാദിഭി യസ്യ ഇഹ യസ്യ ഇഹ അവയവൈഹി ലോകാൻ കൽപ്പയന്തി മനീഷിണഃ കട്യാദിഭിഹി അഥഃ സപ്തഃ ഊർധ്വം ജഘനാദിഭിഹി. ഇനി അതിന്റെ അന്വയം നോക്കാം. യസ്യ കട്യാദിഭിഹി അവയവഹി അഥഃ സപ്തലോകാൻ ജഘനാദിഭിഹി ഊർധ്വം ഇഹ മനീഷിണഃ കൽപ്പയന്തി. മനീഷിണഃ എന്ന് പറഞ്ഞാല് മനീഷികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിമാന്മാര്, വിവേകികള്, ജ്ഞാനികള്, മഹാത്മാക്കള് എന്നുള്ളതാണ്. അപ്പം അതിന്റെ അന്വയാർത്ഥം നോക്കാം. യസ്യ കട്യാദിഭി, യസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണോ അയാളുടെ, യാതൊരാളുടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഹിരണ്യഗർഭനായിട്ടുള്ള ഭഗവാൻ അണ്ടത്തിൽ നിന്നും പുറത്തേക്ക് വന്നു, സഹസ്ര ശീർഷ പുരുഷ എന്നുള്ളത്. അപ്പം ആ യാതൊരാളുടെ കട്യാദിഭിഹി എന്ന് പറഞ്ഞാൽ അവയവങ്ങള്, ആ കട്യാദിഭിഹി അവയവൈഹി, കടീപ്രദേശം തുടങ്ങി. കടി എന്ന് പറഞ്ഞാൽ എന്താണ്? കടീപ്രദേശം എന്ന് പറഞ്ഞാൽ അരക്കെട്ട്. അപ്പൊ അരക്കെട്ട് തുടങ്ങിയിട്ടുള്ള ആ അവയവങ്ങളിൽ അഥഃ സപ്തലോകാൻ, ഈ അരക്കെട്ട് മുതൽ താഴോട്ടുള്ള ജംഘാപ്രദേശം, ജാനുക്കള്, പാദം, അംഘ്രി അല്ലെ തുടങ്ങിയതായിട്ടുള്ള ആ സപ്ത ലോകം നമ്മൾ പറയാറുണ്ട്. എന്താണ് അതിന് പറയുന്നത്? അതലം വിതലം അല്ലെ, ബിലസ്വർഗങ്ങൾ എന്ന് പറയും. അസുരന്മാരുടെ ലോകം എന്ന് പറയുന്നത് നമ്മൾ വിരാട് സ്വരൂപ വർണ്ണനയിൽ നമ്മൾ ഇതൊന്നും സൂചിപ്പിച്ചതാണ്. ഇനി പഞ്ചമസ്കന്ധത്തിലൊക്കെ ഇതിന് ഗംഭീരമായിട്ടുള്ള ബിലസ്വർഗങ്ങളെ കുറിച്ചൊക്കെ കാണാൻ സാധിക്കും. പഞ്ചമസ്കന്ധത്തില് 24ാമത്തെ അധ്യായത്തില് അല്ലെ, അവിടെ താമസിക്കുന്ന ആരാന്നൊക്കെ ഉള്ളത് അസുരന്മാരുടെ ലോകം, അതലം വിതലം സുതലം തലാതലം തുടങ്ങിയതായിട്ടുള്ള. അപ്പം അങ്ങനെയുള്ള അഥഃ സപ്തലോകാൻ, 7 അധോലോകങ്ങളുടെ ലോകങ്ങളും പിന്നെ ജഘനാദിഭി. അപ്പം ആ ജഘനാദിഭി എന്ന് പറഞ്ഞാല് മധ്യപ്രദേശം എന്ന് പറഞ്ഞാല് ആ അരക്കെട്ടിന് മുകളിലുള്ള ഭാഗം, അതാണ് മധ്യപ്രദേശം. അവിടെ മുതല് മധ്യപ്രദേശം മുതല് ജഘനാദിഭിഹി ഊർധ്വം, മുകളിലോട്ട് ഊർധ്വം, അവിടെ സപ്തലോകാഞ്ച ഊർധ്വം അവിടെയും സപ്തോർധ്വം, അതാണ് 2 സപ്തം പറയാൻ കാരണം. അവിടെ ഊർധ്വലോകങ്ങള്, ഈ ഊർധ്വഭാഗങ്ങളിലേക്കുള്ള 7 ലോകങ്ങളെയും ഇഹ മനീഷിണഃ കൽപ്പയന്തി. ഇവിടെ അങ്ങനെ 14 ലോകമായിട്ട് ഈ മഹാത്മാക്കൾ അതിനെ കൽപ്പിച്ചു എന്ന് പറയാണ്. അപ്പം ഇതിനകത്ത് എന്താണ് പറയുന്നത്? വേറൊന്നുമില്ല, യാതൊരു പുരുഷന്റെ അവയവങ്ങളായിക്കൊണ്ട് 14 ലോകങ്ങളെയും മഹാത്മാക്കള് കൽപ്പിക്കുന്നു, സങ്കല്പിക്കുന്നു. ആ പുരുഷന്റെ അരക്കെട്ട് മുതല് കീഴ്ഭാഗത്തേക്ക് ബിലസ്വർഗങ്ങൾ എന്നുള്ള രീതിയിൽ അധോലോകങ്ങളും, പിന്നെയോ മധ്യഭാഗത്ത്, അതായത് അരക്കെട്ടിന് തൊട്ട് മുകളിലായിട്ടുള്ള ഭാഗത്ത് ജഘനം എന്ന് തുടങ്ങിയത്, ജഘനം മുതല് മേൽപോട്ടായിക്കൊണ്ട് 7 ഊർധ്വലോകങ്ങളെയും സ്ഥിതി ചെയ്യുന്നു. അതാണ് അവിടെ. അപ്പം ഈ കടീപ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വസ്ത്രം ഉടുക്കുന്ന ഭാഗം എന്ന് വേണേൽ പറയാം. വസ്ത്രം ഉടുക്കുന്ന ഭാഗം എന്നുള്ളതാണ് കടീപ്രദേശം എന്ന് പറയുന്നത്. അതാണ്. അപ്പം അരക്കെട്ട്. ജഘനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് മുകളിലുള്ള അവയവം. നാഭി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പൊക്കിൾക്കുടിയുടെ
ആ പൊക്കിൾക്കൊടിയല്ല, പൊക്കിൾക്കൊടിയുടെ അടിഭാവമായിട്ടാണ് ഇതായിട്ടാ പറയാറ്, നാഭി എന്ന് പറയാ. പൊക്കിൾക്കൊടിയോട് ചേർന്നിരിക്കുന്ന ഭാഗം, അതാണല്ലോ നമ്മുടെ പ്രധാനമായിട്ടുള്ളതാണല്ലോ അവിടുന്ന് പൊക്കിൾക്കൊടി ബന്ധം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അമ്മയായിട്ടുള്ള പൊക്കിൾക്കൊടി ബന്ധം, അതാണല്ലോ പ്രധാനം. നമ്മൾ എന്തിന്റെ ആധാരം പറയുന്നത് എന്താണ് ശരിക്കും അല്ലെ? നാഭി എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാത്തിന്റെയും ആധാരം, ഭഗവാന്റെ നാഭി പ്രദേശം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഭൂമി ശരിക്കും ഏതാണ്? ഭൂമി ഭഗവാന്റെ നാഭി പ്രദേശമാണ്. വിരാട് സ്വരൂപത്തിന്റെ നാഭി പ്രദേശമാണ് ഭൂമി, ഭൂർലോകം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള 14 ലോകങ്ങളായിക്കൊണ്ട്, അധോലോകങ്ങളും ഊർധ്വലോകങ്ങളും ആയിക്കൊണ്ട് 14 ലോകങ്ങൾ ആയിട്ട് സ്ഥിതി ചെയ്യുന്നു എന്ന് മഹാത്മാക്കൾ അവിടെ പറയുന്നു. അപ്പൊ അധോലോകങ്ങളും ഊർധ്വലോകങ്ങളും ഇതൊക്കെ നമ്മൾ അവിടെ വ്യക്തമായിട്ട് നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ ഒന്ന് പറഞ്ഞതാണ്. അവിടെയൊക്കെ 37-ാമത്തെ ശ്ലോകം. പുരുഷസ്യ മുഖം ബ്രഹ്മ ക്ഷത്രമേതസ്യ ബാഹവ ഊർവോർവൈശ്യോ ഭഗവതഃ പദ്ഭ്യാം ശൂദ്രോഭ്യജായത. പുരുഷസ്യ മുഖം ബ്രഹ്മ ക്ഷത്രം ഏതസ്യ, ക്ഷത്രം ഏതസ്യ ബാഹവഃ ഊർവോർവൈശ്യോ ഭഗവതഃ. ഊർവോഹോ വൈശ്യഃ ഭഗവതഃ പദ്ഭ്യാം ശൂദ്രഃ അഭ്യജായത. ഇതാണ് അതിന്റെ. ഇനിയിപ്പം എന്താണ് പറയുന്നത്? ഭഗവാന്റെ 4 ദിക്കിൽ നിന്നും അല്ലെ 4 വർണ്ണങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ ചാതുർവർണ്ണയത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നമുക്കതിന്റെ ഇത് നോക്കാം. പുരുഷസ്യ മുഖം ബ്രഹ്മ ക്ഷത്രം ഏതസ്യ ബാഹവഃ ഊർവോഹോ വൈശ്യഃ ഭഗവതഃ പദ്ഭ്യാം ശൂദ്രഃ അഭ്യജായത. ഏതസ്യ പുരുഷസ്യ, അതിന്റെ അന്വയമാണ്. ഏതസ്യ പുരുഷസ്യ മുഖം ബാഹവഃ ക്ഷത്രം ഭഗവതഃ ഊർവോഹോ വൈശ്യഃ പദ്ഭ്യാം ശൂദ്രഃ അഭ്യജായത. അപ്പം ഏതസ്യ പുരുഷസ്യ, ഈ പുരുഷ വിരാട് പുരുഷന്റെ അല്ലെങ്കിൽ ഭഗവാൻ ഈശ്വരന്റെ മുഖം ബ്രഹ്മ. മുഖം എന്താണ്? അത് ബ്രാഹ്മണനും, ബ്രാഹ്മണനും. ബാഹവഃ ക്ഷത്രം, കൈകള് അല്ലെങ്കിൽ ബാഹുക്കള്, അത് ക്ഷത്രിയനും അത്രേ. പിന്നെയോ ഭഗവതഃ ഊർവോഹോ വൈശ്യഃ, ഭഗവാന്റെ ഊർവോഹോ, ഊരു എന്ന് പറഞ്ഞാൽ എന്താണ്? തുടകളിൽ നിന്ന് വൈശ്യനും. പദ്ഭ്യാം ശൂദ്രഃ അഭ്യജായത, പദ്ഭ്യാം പാദങ്ങളിൽ നിന്ന് ശൂദ്രനും അഭ്യജായത ഉണ്ടായി എന്ന് പറയാം. അപ്പം ചാതുർവർണ്ണയത്തിന്റെ ഉൽപ്പത്തിയാണ് ഈ പുരുഷനിൽ നിന്നാണെന്ന് കാണിക്കുകയാണ് അവിടെ. ഭഗവാന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനും, പിന്നെ ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയനും, ഊരുക്കളിൽ നിന്ന് വൈശ്യനും, പാദങ്ങളിൽ നിന്ന് ശൂദ്രനും എന്നിങ്ങനെ 4 വർണ്ണങ്ങള് അവിടെ ഉത്ഭവിച്ചു. ഋഗ്വേദത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ 12-ാമത്തെ ശ്ലോകം. ബ്രാഹ്മണോസ്യ മുഖമാസീൽ ബാഹൂരാജന്യകൃത ഊരു തദസ്യ യദ്വൈശ്യ പദ്ഭ്യാം ശൂദ്രോഭ്യജായത. ശൂദ്രോ അഭ്യജായത. അതാണ് ആ ശ്ലോകത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അതും കൂടെ ഒരുമിച്ച് പറയാം. ഭൂർലോക കൽപ്പിത പദ്ഭ്യാം ഭുവർലോകോസ്യ നാഭിത കൃതാസുർലോക ഉരസ മഹർലോകോ മഹാത്മന ഗ്രീവായാം ജനലോകശ്ച തപോലോകസ്തനദ്വയാൽ മൂർധഭി സത്യലോകസ്തു ബ്രഹ്മലോകസ്തനാതന. ഭൂർലോക, അതിന്റെ പദം നോക്കാം. ഭൂർലോക കൽപ്പിത പദ്ഭ്യാം ഭുവർലോക അസ്യ നാഭിത ഹൃദ സ്വർലോക ഉരസ മഹർലോക മഹാത്മനഃ ഗ്രീവായാം ജനലോക ച തപോലോക സ്തനദ്വയാത് മൂർധഭി സത്യലോക തു ബ്രഹ്മലോക സനാതനഃ. ഇനി അതിന്റെ അന്വയം കൂടി പറയാം. അസ്യ 2 ശ്ലോകങ്ങളോട് കൂടി ഒരുമിച്ച് അന്വയിക്കുകയാണ്. അസ്യ മഹാത്മനഃ പദ്ഭ്യാം ഭൂർലോകഃ നാഭിതഃ ഭുവർലോകഃ ഹൃദാ സ്വർലോകഃ ഉരസ മഹർലോകഃ ഗ്രീവായാം ജനലോകഃ സ്തനദ്വയാൽ തപോലോകഃ
മൂർധഭി സനാതനഃ, പിന്നെ ബ്രഹ്മലോകഃ സത്യലോകഃ തു കൽപ്പിതഃ. അപ്പം അസ്യ മഹാത്മന, അങ്ങനെയുള്ള ആ മഹാത്മൻ എന്ന് പറഞ്ഞാൽ അവിടെ പുരുഷൻ അല്ലെങ്കിൽ വിരാട് സ്വരൂപന്റെ പുരുഷന്റെ പദ്ഭ്യാം ഭൂർലോകഃ, കാലടി പാദങ്ങള് എന്താണ് ഭൂർലോകവും, പിന്നെയോ നാഭിതഃ ഭുവർലോകഃ, നാഭി പ്രദേശം ഭുവർലോകവും, പിന്നെയോ ഹൃദയത്തിൽ സ്വർലോകം സ്വർഗം, പിന്നെയോ ഉരസ ഹൃദയത്തിൽ സ്വർലോകം ആണ് എങ്കിൽ പിന്നെ ഉരസ മാർവിടത്തിൽ മഹർലോകം, മഹർലോകം. ഇനി ഇവിടെ ജനലോകം, ഗ്രീവായാം ജനലോകഃ, സ്തനദ്വയാൽ തപോലോകഃ, പിന്നെ മൂർധഭി ശിരസുകളില് മൂർധഭി സനാതനഃ, അതായത് ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള ബ്രഹ്മലോകഃ, ബ്രഹ്മാവിന്റെ വാസസ്ഥാനവുമായിട്ടുള്ള സത്യലോകഃ തു. അപ്പം ശിരസില് അല്ലെ ഒരിക്കലും നശിക്കാത്ത എന്താണ് ബ്രഹ്മാവിന്റെ വാസസ്ഥാനവുമായിട്ടുള്ള സത്യലോകവുമായിട്ട് കൽപ്പിക്കും. അപ്പൊ ഭൂലോകം മുതല് 7 ഊർധ്വലോകങ്ങളുടെ സ്ഥാനത്തെയാണ് അവിടെ പറയുന്നത്. ഭൂലോകം എന്നുള്ളത് ഭഗവാന്റെ 2 പാദങ്ങളായിട്ട് പറയുന്നു. ഭൂലോകം, ഭുവർലോകം എന്നുള്ളത് നാഭിയായിട്ടും സ്വർലോകം എന്നുള്ളത് ഹൃദയമായിട്ടും. അപ്പം പാദം, നാഭി, ഹൃദയം, ഇതാണ് ഭൂർലോകം, ഭുവർലോകം, സ്വർലോകം. പിന്നെ ഇനി ഹൃദയം. പിന്നെ മഹർലോകം എന്നുള്ളത് ഈ മാർവിടം മഹർലോകമായിട്ടും, ജനലോകം കഴുത്ത്, ഗ്രീവായാം ജനലോകത്ത് ജനലോകം കഴുത്തായിട്ടും, തപോലോകം സ്തനദ്വയമായിട്ടും, പിന്നെ പറയുന്നു നിത്യമായിട്ടുള്ള സനാതനമായിട്ടുള്ള ബ്രഹ്മാവിന്റെ വാസസ്ഥാനമായിട്ടുള്ള സത്യലോകം മൂർധാവായിട്ടും കൽപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ ആ ഊർധ്വലോകങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഭൂഹു, ഭുവഹ, സ്വഹ, മഹ, മഹഹ, ജനഹ, തപഹ, സത്യം, ഇതിനെയാണ് 7 ശബ്ദങ്ങളെ കൊണ്ട് സപ്തവ്യാഹൃതികൾ എന്ന് പറയും. ഇതിനു മുമ്പ് നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവാം അല്ലെ? ഓം ഭൂർ ഭുവ സ്വഹ എവിടെയാ കേട്ടിട്ടുള്ളത്? ഗായത്രി ജപിക്കുന്നിടത്ത് അല്ലെ? ഗായത്രി എന്ന് പറയുമ്പോൾ ഇത് ഗായത്രി അല്ല. സത്യത്തില് ഗായത്രി തുടങ്ങുന്നത് തത്സവിതുർ വരേണ്യം എന്നേ തുടങ്ങുന്നുള്ളൂ ശരിക്ക്. അതിനു മുമ്പ് വ്യാഹൃതി ചൊല്ലുന്നതാണ്. വ്യാഹൃതിയോട് കൂടിയിട്ടുള്ള ഗായത്രിയാണ് ഓം ഭൂർഭുവസ്വ സവിതുർ വരേണ്യം എന്നുള്ളത്. ശരിക്ക് ഗായത്രി എന്നുള്ളത് വൃത്തമാണ്. എന്തുകൊണ്ടാണ് ആ വൃത്തത്തിന് ആ പേര് വന്നതെന്ന് വെച്ചാൽ 24 അക്ഷരമുള്ളതുകൊണ്ടാണ്. ഭൂർഭുവസ്വഹ എന്ന് കൂട്ടിക്കൊണ്ട് നമ്മൾ അതിന്റെ അക്ഷരം നോക്കിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം തത്സവിതുർ വരേണ്യം മുതൽ നോക്കുമ്പോഴാണ് അതിന്റെ 24 അക്ഷരം ഗായത്രി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് രാമായണമൊക്കെ ഗായത്രി ബന്ധമാണ്, 24,000 ശ്ലോകം എന്നൊക്കെ പറയുന്നതിൻ്റെയൊക്കെ കാരണങ്ങളൊക്കെ അതാണ്. അപ്പൊ ഇവിടെ ഈ ഭൂഹു, ഭുവഹ, സ്വഹ, മഹഹ, ജനഹ, തപഹ, സത്യം, ഈ 7 ലോകങ്ങൾ. അപ്പം ഈ 7 ലോകങ്ങളും കടന്ന് ആ സത്യലോകത്തിൽ എത്തിക്കഴിഞ്ഞാലേ എന്ത് ജപിക്കാൻ സാധിക്കുള്ളൂ? ഗായത്രി ജപിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് സത്യത്തിൽ അതിന്റെ ആ ഒരു താല്പര്യം, അതാണത്. അപ്പം വ്യാഹൃതി എന്നാണ് അതിന് പറയാന്ന് പറയാണ്. ഓം ഭൂ ഭുവ സ്വം മഹ ജനഹ തപഹ സത്യം ഇത് വ്യാഹൃതയ, വ്യാഹൃതി എന്നാണ് അതിന് പറയുക. അപ്പം അങ്ങനെ ആദ്യത്തെ 3 മഹാവ്യാഹൃതി എന്നും പറയും. ഓം ഏതൊക്കെയാണ് മഹാവ്യാഹൃതി എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? ഭൂ ഭുവ സ്വഹു സ്വഹ എന്ന് പറഞ്ഞാല് 3 ലോകങ്ങൾ നമ്മൾ പറയാറുണ്ട് അല്ലെ? ഭൂമി, പാതാളം, ഭൂമി, സ്വർഗം, ഇങ്ങനെ മൂന്ന് ഇത് പറയാറുണ്ട്. ഇത് പറഞ്ഞ പോലെ ആദ്യത്തെ 3 മഹാവ്യാഹൃതികൾ എന്നൊരു പേര് പ്രത്യേകം എടുത്ത് അവിടെ പറയും. അതൊക്കെ നമുക്കിനി ഏകാദശ സ്കന്ധത്തിൽ കാണാൻ സാധിക്കും. ഏകാദശ സ്കന്ധത്തില് 24-ാമത്തെ അധ്യായത്തിൽ നമുക്കത് നോക്കി കാണാൻ സാധിക്കും. അതൊക്കെ നോക്കാം. അതിന് മഹാവ്യാഹൃതികൾ എന്ന് നമുക്ക് അതിൽ കാണാൻ സാധിക്കും. എന്തായാലും
അതാണ് അവിടെ ആ രീതിയിൽ ഈ 14 ലോകങ്ങളായിട്ട് ഭഗവാന്റെ ഈ ഇതിൽ നിന്നും ഉണ്ടായി. കൽപ്പിക്കപ്പെട്ടു, മഹാത്മാക്കള് അല്ലെ കൽപ്പിക്കപ്പെട്ടു എന്ന് പറയാണ്. ഭഗവാന്റെ ഓരോരോ അവയവങ്ങളും ഓരോരോ ലോകങ്ങളായി കണ്ടുകൊണ്ട് ശിരസ് മുതൽ പാദം വരെ അല്ലെ, അങ്ങനെ 3 ലോകങ്ങൾ അല്ലെങ്കിൽ 14 ലോകങ്ങളായിട്ട് അതിനെ കൽപ്പിച്ചിരിക്കുന്നു. 40-ാമത്തെ ശ്ലോകം ഇനി. തൽക്കട്ട്യാം ചാതലം ക്ലിപ്തമൂരുഭ്യാം വിതലം വിഭോഹോ ജാനുഭ്യാം സുതലം ശുദ്ധം ജംഘാഭ്യാം തുതലാതലം. അപ്പം ഇതിനു മുമ്പ് നമ്മളെ ഊർധ്വലോകങ്ങളെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത് അല്ലെ. നാഭി മുതൽ മുകളിലോട്ടുള്ള ലോകങ്ങളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇനി ബിലസ്വർഗങ്ങളെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ 40-ാമത്തെ ശ്ലോകത്തിൽ കാണിക്കുന്നത്. അതിന്റെ പദം നോക്കാം. തത്കട്ട്യാം, തൽ കട്ട്യാം, ച അതലം ക്ലിപ്തം ഊരുഭ്യാം വിതലം വിഭോഹോ ജാനുഭ്യാം സുതലം ശുദ്ധം ജംഘാഭ്യാം തു തലാതലം. വിഭോഹോ, ഇനി അതിന്റെ അന്വയം നോക്കാം. വിഭോഹോ തൽ കട്ട്യാം അതലം ഊരുഭ്യാം വിതലം ജാനുഭ്യാം ശുദ്ധം സുതലം ജംഘാഭ്യാം തലാതലം ച തു ക്ലിപ്തം, തു ക്ലിപ്തം. അപ്പം വിഭോഹോ, അങ്ങനെ വിഭുവായിട്ടുള്ള തത്കട്ട്യാം, വിഭുവായിട്ടുള്ള അതിന്റെ, തത് എന്ന് പറഞ്ഞാൽ അതിന്റെ, അതിന്റെ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പറയണ്ടേ, ആ ഭഗവാന്റെ അല്ലെങ്കിൽ വിരാട് സ്വരൂപത്തിന് പുരുഷന്റെ ഊരുഭ്യാം, ഊരുഭ്യാം എന്ന് പറഞ്ഞാല് തുടകളിൽ നിന്ന് അല്ലെങ്കിൽ അരക്കെട്ട് അല്ലെ, ഊരുഭ്യാം അരക്കെട്ടിൽ അല്ല, തത്കട്ട്യാം, തത്കട്ട്യാം എന്ന് പറഞ്ഞാൽ കടിപ്രദേശം, അരക്കെട്ടിൽ, അരക്കെട്ടില് അതലം, അതലവും, പിന്നെയോ ഊരുഭ്യാം വിതലം, തുടകളില് വിതലം എന്ന ലോകവും, പിന്നെ ജാനുഭ്യാം ശുദ്ധം സുതലം, അത് പ്രത്യേകം എടുത്തു പറയാണ്. ജാനു എന്ന് പറഞ്ഞാൽ മുട്ടുകൾ, ഭഗവാന്റെ മുട്ടുകളില് ശുദ്ധമായിട്ടുള്ള സുതലം എടുത്ത്, അതിന് മാത്രം ഒരു വിശേഷണം ശുദ്ധം സുതലം അല്ലെ. പിന്നെന്താണ് ജംഘാഭ്യാം തു തലാതലം, പിന്നെ ജംഘാഭ്യാം തലാതലം ച, ജംഘാഭ്യാം എന്ന് പറഞ്ഞാൽ ജംഘാപ്രദേശം, അതായത് ആ മുട്ടുകൾ മുതൽ പാദം വരെയുള്ള ആ ഭാഗം, ജംഘാപ്രദേശത്ത് നിന്ന് പ്രദേശത്ത് തലാതലം എന്ന ലോകവും, തലാതലവും തു ക്ലിപ്തം, ക്ലിപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്, കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അങ്ങനെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം അരക്കെട്ടിൽ എന്താണ് അതലം, ഊരുക്കളിൽ വിതലം, ജാനുക്കളിൽ പരിശുദ്ധമായിട്ടുള്ള സുതലം എടുത്തു പറയാണ് അല്ലെ. പിന്നെ കണങ്കാലുകള്, കണങ്കാലുകളില് തലാതലം, ഇങ്ങനെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മഹാതലം തു ഗുൽഭാഭ്യാം പ്രപദാഭ്യാം രസാതലം പാതാളം പാദതലത ഇതി ലോകമയ പുമാൻ. മഹാതലം തു ഗുൽഭാഭ്യാം പ്രപദാഭ്യാം രസാതലം പാതാളം പാദതലത ഇതി ലോകമയ പുമാൻ. അതിന്റെ അന്വയം നോക്കാം. ഗുൽഭാഭ്യാം മഹാതലം പ്രപദാഭ്യാം രസാതലം പാദതലതഃ പാതാളം ഇതി പുമാൻ ലോകമയഃ ഇതി ക്ലിപ്തം പുമാൻ ലോകമയഃ. ഇപ്രകാരം ക്ലിപ്തം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്, കൽപ്പിക്കപ്പെട്ടു എന്നും കൂടെ ചേർക്കുക. അത് അതിനകത്ത് അണ്ടർസ്റ്റുഡ് ആയിട്ടാണ്, ഇതി എന്നുള്ളതിൽ പെടും. ഇതി ക്ലിപ്തം തന്നെയാണ് അത് വിചാരിക്കേണ്ടത്, ഇതി എന്നുള്ളിടത്ത്. പിന്നെ എന്തായാലും നോക്കാം നമുക്ക്. ഗുൽഭാഭ്യാം മഹാതലം, അതായത് ഗുൽഭം എന്ന് പറഞ്ഞാൽ, ഗുൽഭപ്രദേശം എന്ന് പറഞ്ഞാല് നെരിയാണികള് എന്ന് പറയും. ആ നെരിയാണികളില് മഹാതലവും, പിന്നെ പ്രപദാഭ്യാം, പ്രപദാഭ്യാം എന്ന് പറഞ്ഞാല് പുറംവടി എന്ന് പറയും, ഈ കാലിന്റെ പുറംവടി. ആ പുറംവടികളില് രസാതലവും, പിന്നെയോ പാദതലതഃ, പാദതലത്തിൽ അതായത് ഉള്ളങ്കാലിൽ, ഉള്ളടികളിൽ പാതാളവും, ഇങ്ങനെ
പുമാൻ വിരാട് പുരുഷൻ എന്താണ് ലോകമയ, ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന് അവിടെ പറയാണ്. അപ്പം കണങ്കാലുകളില് തലാതലം അല്ലെ, അരക്കട്ടില് അതലം, ഊരുക്കളില് വിതലം, ജാനുക്കളില് പരിശുദ്ധമായിട്ടുള്ള സുതലം, കണങ്കാലുകളില് തലാതലം, നിര്യാണികളില് മഹാതലം, പുറവടിയില് രസാതലം, പിന്നെയോ കാലടികളിൽ പാതാളം, പാദതലത്തില് ഇങ്ങനെയുള്ള അധോലോകങ്ങള് അതാത് അവയവങ്ങളിൽ നിന്നും ഉത്ഭവിച്ച് ഇവയിൽ അല്ലെ ഏറ്റവും വിശിഷ്ടമാണ് സുതലം എന്നൊരു പ്രത്യേകമായിട്ട് അവിടെ എടുത്തിരിക്കുന്നു. നമുക്കറിയാം വാമനാവതാരത്തിന്റെ കഥയില് 22-ാമത്തെ അധ്യായത്തിൽ അവിടെ പറയും എന്താണ്, സുതലം സ്വർഗിഭിപ്രാർത്ഥ്യം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അവിടെ. വാമനമൂർത്തി ആ ബലിയോട് പറയുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ബലിയുടെ സംരക്ഷണത്തിന് വേണ്ടി അവിടെ ദ്വാരപാലനായിട്ട് ഭഗവാന്റെ നിത്യ സാന്നിധ്യം ഉണ്ട്. അതുകൊണ്ടാണ് അതിനൊരു പരിശുദ്ധമായിട്ടുള്ള സുതലം എടുത്ത് ഈ ഒരു ശ്ലോകത്തിൽ കാണിക്കുന്നത് അവിടെ. അപ്പൊ സുതലത്തെ ശുദ്ധം എന്ന് വിശേഷിപ്പിച്ചത് അതുകൊണ്ടായിരിക്കാം എന്ന് അവിടെ പറയുന്നു. ഇനി അവസാനത്തെ ഭൂർലോക കൽപ്പിത പദ്ഭ്യാം ഭുവർലോകോസ്യ നാഭിത സ്വർലോക കൽപ്പിതോ മൂർധ്ന ഇതിവാ ലോകകൽപ്പന. ഭൂർലോക കൽപ്പിത പദ്ഭ്യാം ഭുവർലോകോസ്യ നാഭിത സ്വർലോക കൽപ്പിതോ മൂർധ്ന ഇതിവാ ലോകകൽപ്പന. അതിന്റെ പദം നോക്കിക്കഴിഞ്ഞാല് ഭൂർലോക കൽപ്പിത പദ്ഭ്യാം ഭുവർലോക അസ്യ നാഭിത സ്വർലോക കൽപ്പിത മൂർധ്ന ഇതിവാ ലോകകൽപ്പന. അസ്യ പദ്ഭ്യാം അസ്യ പദ്ഭ്യാം ഭൂർലോകഃ നാഭിതഃ ഭുവർലോകഃ കൽപ്പിതഃ മൂർധ്ന സ്വർലോകഃ കൽപ്പിതഃ ലോകകൽപ്പന ഇതിവ. ലോകകൽപ്പന ഇതിവ. അന്വയാർത്ഥം നോക്കാം നമുക്ക്. അസ്യ പദ്ഭ്യാം, ഈ എന്തിന്റെയാണോ അതിന്റെ, ഏതിന്റെയാണ്? വിരാട് സ്വരൂപം ആയിട്ടുള്ള ഭഗവാന്റെ പദ്ഭ്യം പാദങ്ങളിൽ നിന്ന് ഭൂർലോകഃ, പാദങ്ങളിൽ നിന്ന് ഭൂർലോകവും പിന്നെ നാഭിതഃ ഭുവർലോകഃ, നാഭി പ്രദേശത്തിൽ നിന്ന് ഭുവർലോകവും പിന്നെയോ മൂർധ്ന സ്വർലോകഃ, ശിരസ്സുകൊണ്ട് സ്വർലോകവും കൽപ്പിതമാണ്. അവിടെ കൽപ്പിതഃ കൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ ഈ ലോകകൽപ്പന ഇതിവ, ഇങ്ങനെ ഈ ലോകങ്ങളെ ഈ ഒരു രീതിയിലും അവിടെ കൽപ്പിക്കുന്നു. അതായത് ഭൂലോകം ഇദ്ദേഹത്തിന്റെ പാദങ്ങളാണെന്നും നാഭി പ്രദേശം ഭൂവർലോകമാണെന്നും എന്താണ് സ്വർലോകം എന്നുള്ളത് എന്താണ് ശിരസാണെന്നും ഒക്കെ ഇപ്രകാരവും നമുക്ക് അതിനെ രണ്ട് രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ലോകങ്ങള് 14 ലോകം എന്ന് പറയാറുണ്ട്, ത്രിലോകങ്ങൾ എന്ന് പറയും. അപ്പൊ ത്രിലോകങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ രീതിയിലും പറയാം. പക്ഷേ ഇതെടുത്ത് പറയാൻ കാരണം വെച്ചാൽ ഇതിന് തൊട്ട് മുമ്പ് നമ്മളോട് പറഞ്ഞു സ്വർലോകം എന്നുള്ളത്, അവിടെ ആ ഓം ഭുവ സ്വർ എന്നുള്ളടുത്ത് അവിടെ നമ്മൾ എന്താണ് സ്വർലോകം എന്നുള്ളത് എവിടെയാ പറഞ്ഞത്? അല്ലെ, ഹൃദയമായിട്ടാണ് അവിടെ പറഞ്ഞത്. അപ്പം അതുകൂടാതെ 3 ലോകം എന്നുള്ളത് പറയുമ്പോൾ എന്താണ് പാദം, നാഭി, ശിരസ്, ഇങ്ങനെ ത്രിലോകങ്ങളായിട്ട് പറയുമ്പോൾ മനസ്സിലായല്ലോ. ഭൂർലോകവും ഭുവർലോകവും സ്വർലോകവും ഇങ്ങനെ പറയാറുണ്ട്. അപ്പം ഭൂർലോകം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് എന്താണ്, ഭൂമി, സ്വർഗം, പാതാളം എന്ന് നമ്മൾ പറയാറില്ലേ? അത് തന്നെ അർത്ഥം. അതിനെ അപ്പൊ പാതാളത്തിലേക്ക് അല്ലെ മഹാബലിയെ പറഞ്ഞയച്ചു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചിലര് പറയും അത് തെറ്റാണ്, സുതലത്തിലേക്കാണ് എന്ന് പറയും. അങ്ങനെ പറയണമെന്നില്ല. ത്രിലോകങ്ങളായിട്ട് പറയുമ്പോൾ ഈ സുതല ഏതിലാവും? പാതാളത്തിന്റെ ഉള്ളിലും. ആ പാതാളം എന്നുള്ളൊരു 7 ലോകങ്ങൾക്കുള്ളിലാകും അത്. ആ 7 ലോകങ്ങളെ പാതാളം എന്ന് വിശേഷിപ്പിക്കും, അല്ലെങ്കിൽ ഭൂർലോകം എന്ന് വിശേഷിപ്പിക്കും. ഭൂമിയെ എന്ത് ചെയ്യും? ഭൂവർലോകം എന്ന് പറയും. സ്വർഗത്തെ സ്വർലോകം എന്ന് പറയും. ഇങ്ങനെയാണ് 3 രീതിയിൽ അവിടെ വിശേഷിപ്പിക്കുന്നത്. അപ്പം ഭൂർലോക പാതാളാദി സഹിത എന്ന് ശ്രീധരീയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ത്രിലോകപക്ഷമാഹ, ത്രൈലോക്യം എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ ഒരു രീതിയിൽ ഇവിടെ പറഞ്ഞത്. ഭൂലോകം എന്ന ശബ്ദത്തില് പാതാളാദി
അധോലോകങ്ങൾ ഉൾപ്പെടുന്നു. പിന്നെയോ ഭുവർലോകം, സ്വർലോകം എന്നിവയിൽ മറ്റ് സ്വർലോകം എന്ന് അതില് മറ്റ് ഊർധ്വലോകങ്ങളും അതിൽ നിന്ന് പെടുന്നു എന്ന് അവിടെ പറയുകയാണ്. നമുക്ക് ഇന്ന് പറഞ്ഞ ആ ശ്ലോകങ്ങൾ 30 മുതലുള്ള ഒന്ന് ഇതായിട്ട് അങ്ങ് പോവാം. പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പഞ്ചഭൂതങ്ങളെല്ലാം ഉണ്ടായി എന്ന് പറഞ്ഞു. ഇനി പറയുന്നത് താമസ അഹങ്കാരത്തിൽ നിന്ന് മഹാഭൂതങ്ങൾ ഉണ്ടായി. ഇനി പറയുന്നത് വൈകാരികാൻ മനോജജ്ഞേ, അല്ലെ? സാത്വിക അഹങ്കാരത്തിൽ നിന്ന് മനസ്സും ഇന്ദ്രിയങ്ങളുടെ ദേവതയും ഉണ്ടായി, മനസ്സിന്റെ ദേവതയും ഉണ്ടായി. പിന്നെ രാജസ അഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ ഉണ്ടായി, അല്ലെ? പിന്നെ ബുദ്ധിയും പ്രാണനും അതിൽ നിന്ന് ആ രാജസ അഹങ്കാരത്തിൽ നിന്നും അവിടെ ആ കർമ്മേന്ദ്രിയങ്ങളുടെയും അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളും ബുദ്ധിയും പ്രാണനും ഒക്കെ ഉണ്ടായി എന്ന് അവിടെ പറഞ്ഞു. ഇതെല്ലാം കൂടെ ഉണ്ടായെങ്കിലും ഇതൊക്കെ അസംഗത, ഇതൊന്നും യോജിക്കാതെ വന്ന സമയത്ത് അവിടെ ആ ഭഗവാൻ എന്താണ് പരസ്പരം ഇതിനെ യോജിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ രണ്ട് രീതിയിൽ സത്തും അസത്തുമായിക്കൊണ്ട് സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള നിലയെ സ്വീകരിച്ചുകൊണ്ട് സമഷ്ടി വെഷ്ടി എന്നുള്ള രീതിയിൽ ഭഗവാൻ ആ ശരീരത്തെ നിർമ്മിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ ഉണ്ടായി. പിന്നെ അങ്ങനെ ആ ശരീരത്തെ നിർമ്മിച്ചിട്ടോ അത് എന്താണ് വർഷഭൂക സഹസ്രാന്തേ, അല്ലെ? അനേകം സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു? ഒരു അചേതനമായിട്ടുള്ള ഒരു അണ്ഡം, അത് ആ കാരണജലത്തിൽ കിടന്നതായിട്ടുള്ള അചേതനമായിട്ടുള്ള അണ്ഡത്തെ അതിനെ കർമ്മ സ്വഭാവസ്ഥ, കാലം കർമ്മം സ്വഭാവം കൊണ്ട് അതില് ജീവൻ എന്നുള്ള ഭഗവാന്റെ ചൈതന്യത്തെ പ്രവേശിപ്പിച്ചു എന്നാണ്. അങ്ങനെ അതിന് ജീവൻ വെപ്പിച്ചു എന്ന് പറയാണ്. ആ അണ്ഡത്തിന് ജീവൻ വെപ്പിച്ചു എന്ന് പറയാണ്. എന്നിട്ട് പിന്നീട് സൈവ പുരുഷ തസ്മാത് അണ്ഡം നിർഭിദ്യ നിർഗത, പിന്നീട് ആ അണ്ഡം ഭേദിച്ചു എന്നും അതില് ധാരാളം അല്ലെ അവയവങ്ങളോട് കൂടിയിട്ടുള്ള ആയിരക്കണക്കിന് അവയവങ്ങളോട് കൂടിയിട്ടുള്ള ഭഗവാൻ വിരാട് സ്വരൂപം അതിൽ നിന്നും ഉണ്ടായി എന്ന് അവിടെ പറയുന്നു. ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ ആ അവയവത്തിൽ നിന്ന് 14 ലോകങ്ങൾ ഉണ്ടായി എന്നും അതുപോലെ തന്നെ 4 ചാതുർവർണ്ണ്യങ്ങൾ, അല്ലെ? മുഖത്ത് നിന്ന് ബ്രാഹ്മണരും, ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയരും, ഊരുക്കളിൽ നിന്ന് വൈശ്യരും, പാദങ്ങളിൽ നിന്ന് ശൂദ്രരും, അങ്ങനെ ചാതുർവർണ്ണ്യം ഉണ്ടായതും പിന്നെന്താണ് അവിടെയുള്ള 7 ഊർധ്വലോകങ്ങളും 7 അധോലോകങ്ങളും ആയിട്ട് 14 ലോകങ്ങൾ ഉണ്ടായി എന്നും പിന്നീട് അതിലെ ഭഗവാന്റെ ഓരോരോ അവയവങ്ങള് ഏതൊക്കെ ഇതാണെന്നുള്ളത് കാണിച്ചിരുന്നു. വിരാട് സ്വരൂപന്റെ ആ കടീപ്രദേശം മുതൽ താഴോട്ടുള്ള പാദം വരെയുള്ള ഓരോ സ്ഥലത്തും അതലം വിതലം സുതലം തലാതലം തുടങ്ങിയതായിട്ടുള്ള ഓരോ ലോകങ്ങളും, പിന്നെ ഈ മുകളിലോട്ടുള്ള നാഭീപ്രദേശം മുതൽ മുകളിലോട്ട് ഓരോന്നും, അല്ലെ? ഭൂലോകം, ഭൂവർലോകം, സ്വർലോകം, ജലലോകം, തപലോകം, പിന്നെ സത്യലോകം വരെ, ജനലോകം, തപോലോകം, സത്യലോകം വരെയുള്ള ശിരസ് വരെയുള്ള ഭാഗത്ത് ഓരോന്നും ലോകങ്ങളും ഉണ്ടായി എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് പറഞ്ഞത് ഭൂർലോകം, ഭുവർലോകം, പിന്നെ സ്വർലോകം, ഇങ്ങനെയുള്ളത് 3 തരത്തിലുള്ള ലോകങ്ങളായിട്ട് നമ്മൾ പറയാറുണ്ട് എന്ന് പറയുന്നു. ഇത്രയാണ് നമുക്ക് ആ 5-ാമത്തെ അധ്യായത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് നാളെ പതിവ് പോലെ നമ്മളുടെ ആശയങ്ങൾ, അല്ലെ? വേണ്ട പോലെയുള്ള ആശയങ്ങൾ വേണ്ട പോലെ തോന്നിപ്പിക്കുവാൻ വേണ്ടിയൊക്കെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരേ സ്വരത്തില് ഒരേ ഭാവത്തില് ഇന്നത്തെ ഈ സത്സംഗം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ
കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി.